ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ഇതാ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ശമൂവേൽ പ്രവാചകൻ ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായ ശൗലിനോട് പറയുകയാണ്, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അമാലേക്യരോട് യുദ്ധം ചെയ്യുവാൻ പോവുകയാണ്. ഇസ്രായേൽ ജനത ശൗലിൻ്റെ നേതൃത്വത്തിൽ അമാലേക്യരോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് യഹോവയായ ദൈവം ശൗലിനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ അമാലേക്യരെ തോൽപ്പിക്കും. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, അവരെ സമൂലം നശിപ്പിക്കണം. ആരെയും ജീവനോടെ ശേഷിപ്പിക്കാതെ ആ സകലവും അമാലേക്യരെ സമൂലം നീ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് കൽപ്പന കൊടുത്തു വിടുകയാണ്. എന്നാൽ ശൗൽ അവിടെ അനുസരണക്കേട് കാണിച്ചു. ശൗൽ യുദ്ധത്തിൽ ജയിച്ചു. എന്നാൽ ശൗൽ ആ അമാലേക്യ രാജാവായ ആഗാഗിനോട് പ്രീതിപ്പെട്ടിട്ട് അവനിൽ പ്രീതി തോന്നി അവനെ ജീവനോടെ ശേഷിപ്പിച്ചു. മാത്രമല്ല, അവിടുത്തെ സമ്പത്ത് കണ്ടപ്പോൾ, അവിടെ തടിച്ച ആ മൃഗസമ്പത്തും ആടുമാടുകളെയൊക്കെ കണ്ടപ്പോൾ, അവിടെ സമ്പത്ത് കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം അതിനോട് പറ്റിച്ചേർന്നു. ആ സമ്പത്തിൽ അവൻ്റെ കണ്ണ് മയങ്ങിപ്പോയി, അവൻ്റെ കണ്ണ് മങ്ങിപ്പോയി. അങ്ങനെ അവൻ അവിടെ ആ സമ്പത്ത് മോഷ്ടിക്കുകയാണ്. ദൈവം പറഞ്ഞതിന് എതിരായിട്ട്, അതായത് ദൈവം പറഞ്ഞിരുന്നു അതിനെ സമൂലം നശിപ്പിക്കണമെന്ന് പറഞ്ഞതിന് എതിരായിട്ട് അവിടുത്തെ ആ രാജാവിനെ അവൻ ജീവനോട് ശേഷിപ്പിച്ചു. മാത്രമല്ല, തടിച്ച മൃഗസമ്പത്തിനെ, ആട് മാട് ഇവയൊക്കെ അവൻ കൊള്ളയിട്ടുകൊണ്ട് വന്നു. ഇത് ദൈവത്തിന് അനിഷ്ടമായി. അപ്പോൾ ഇത് ദൈവത്തിന് അനിഷ്ടമായി. അപ്പോൾ ശമൂവേൽ പ്രവാചകനെ യഹോവയായ ദൈവം ശൗലിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. അപ്പോൾ ശമൂവേൽ പ്രവാചകനോട് ദൈവം തമ്പുരാൻ പറയുകയാണ്, ശൗലിനെ രാജാവായി വാഴ്ചതിൽ എനിക്ക് മനസ്താപമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ശൗലിൻ്റെ അടുത്തേക്ക് ശമൂവേൽ പ്രവാചകനെ അയക്കുകയാണ്. ശമൂവേൽ പ്രവാചകൻ ഈ ശൗലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ ശമൂവേൽ പ്രവാചകൻ കേൾക്കുന്നത് ആടുമാടുകളുടെ അലർച്ചയാണ്, അവരുടെ ശബ്ദമാണ്. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ ശൗൽ തന്നെത്താനെ രക്ഷിക്കാനായിട്ട്, അതായത് ഒരു ലെയിം എക്സ്ക്യൂസ് അല്ലെങ്കിൽ ഒരു മുടന്ത ന്യായം പറയുകയാണ്. ദൈവത്തിൻ്റെ പേരിൽ അവൻ കള്ളത്തരം പറയുകയാണ് ദൈവത്തിന് യാഗം കഴിപ്പാനായിട്ട് ഞാൻ ഇവയെ കൊണ്ടുവന്നാണെന്ന് പറയുക, ജീവനോട് ശേഷിപ്പിച്ചെന്ന് പറയുക. സത്യത്തിൽ അവൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, അവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് അവനിത് മോഷ്ടിച്ചത്, അല്ലെ കൊള്ളയിട്ടത്. ഇപ്പോൾ പറയുന്നത്, പിടിക്കപ്പെട്ടവൻ പറയുന്നത്, ഞാൻ ദൈവത്തിന് വേണ്ടി ഇത് കരുതിയതാണെന്ന് പറയുക. ഇത് ദൈവത്തിന് അനിഷ്ടമായി. ഇവിടെ ഇത് അനുസരണക്കേട് കാണിച്ചപ്പോൾ, ദൈവഹിതത്തിനെതിരായി ശൗൽ പ്രവർത്തിച്ചപ്പോൾ അതവന് പാപത്തിന് ഹേതുവായി, അവൻ്റെ നാശത്തിന് കാരണമായി. അവിടെ മുതൽ ശൗലിൻ്റെ തകർച്ച തുടങ്ങിയാണ്, പതനം തുടങ്ങിയാണ്. പ്രിയമുള്ളവരെ, അനുസരണക്കേടെന്ന് പറയുന്നത് പാപമാണ്. അത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. അതാണ് ഏദൻ തോട്ടത്തിൽ സംഭവിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ഇതാ ആദിമ മാതാപിതാക്കൾ പാപം ചെയ്തു, ഇതാ ദൈവത്തിൽ നിന്നകന്നു. അതുകൊണ്ടാണ് സഭയുടെ കിന്നരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാർ എഫ്രൈം 2 കന്യകമാരെ കുറിച്ച് പറയുന്നുണ്ട്. ആ 2 കന്യകമാർ വ്യത്യസ്ത സ്വഭാവമുള്ളവരായിരുന്നു, വ്യത്യസ്ത ധ്രുവങ്ങൾ ഉള്ളവരായിരുന്നു. ഒരു കന്യക ഇതാ അനുസരണക്കേട് കാണിച്ച് ദൈവത്തെ ദുഃഖിപ്പിച്ചു. മറ്റൊരു കന്യക ഇതാ അനുസരണം കാണിച്ച് ദൈവത്തെ സന്തോഷിപ്പിച്ചു. ഒരു കന്യക ദൈവത്തെക്കാൾ കൂടുതൽ സർപ്പത്തെ വിശ്വസിച്ചു. അങ്ങനെ ആ തെറ്റ് ചെയ്തിട്ട് എല്ലാ മനുഷ്യകുലത്തെ മൊത്തം പാപത്തിലേക്ക് നയിച്ചു, മരണത്തിലേക്ക് നയിച്ചു. ഇതാൽ മറ്റൊരു കന്യക, ആ കന്യക ഇതാ അനുസരണം കാണിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ട് അവൾ ആദ്യത്തെ കന്യക ചെയ്ത ആ പാപ കാരണമായ മരണത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് മാനവജാതിയെ മുഴുവൻ രക്ഷിക്കുവാനായിട്ട് രണ്ടാമത്തെ കന്യകയുടെ അനുസരണം ഹേതുവായി. അത് ആ ഒന്നാമത്തെ കന്യക എന്ന് പറയുന്നത് ആദ്യത്തെ ഒന്നാം ഹൗവയാണ്. ആ ഒന്നാം ഹൗവ ചെയ്ത പാപം മൂലം, മൂലം മൊത്തം മരണത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയെങ്കിൽ, ആ പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയപ്പോൾ ഇതാ രണ്ടാം ഹൗവയാകുന്ന പരിശുദ്ധ കന്യക മറിയം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുസരണയുള്ളവരായി ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തെ അനുസരിച്ചപ്പോൾ ഇതാ
ഒന്നാം ഹൗവ ചെയ്ത ആ പാപം മൂലമുണ്ടായ മരണത്തിന്, ആ മരണത്തിൽ നിന്ന് മാനവകുലത്തിന് മൊത്തം രക്ഷയുണ്ടാകുകയാണ്. ഇതാ രണ്ടാം ഹൗവയാകുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനുസരണം മൂലം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ അനുസരിച്ചപ്പോൾ, ഇതാ ആ അനുസരണയിലൂടെ ദൈവത്തെ വഹിച്ചപ്പോൾ, ഇതാ ആ ദൈവത്തിന് ഈ ലോകത്തിലേക്ക് വരുവാൻ മുഖാന്തരമായപ്പോൾ, അവിടെ ഇതാ മുഴുവൻ മാനവകുലത്തിൻ്റെയും രക്ഷയ്ക്ക് കാരണമായി തീർന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ ശൂനോയോ നോയമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഇതാ അനുസരണക്കേട് കാണിച്ച ഒന്നാം ഹൗവയായ ആ ആദിമ മാതാവ്, ഇതാ രണ്ടാം ഹൗവയാകുന്ന ഇതാ പരിശുദ്ധ മാതാവ് ദൈവത്തിന് വിധേയത്വപ്പെട്ടുകൊണ്ട് വിശുദ്ധിയോട്, ആ സമർപ്പണത്തോടെ, താഴ്മയോടെ ദൈവമുമ്പാകെ നിന്നുകൊണ്ട് സ്വയം സമർപ്പിച്ച് അനുസരണയുള്ളവരായി ദൈവഹിതത്തിന് അനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ, ഇതാ മുഴുവൻ മാനവകുലത്തിൻ്റെയും രക്ഷയ്ക്ക് കാരണമായെങ്കിൽ ആ മാതാവിനെ നമുക്ക് പിന്തുടരാം. ആ മാതാവിൻ്റെ മാതൃക നമുക്ക് കോട്ടയായിരിക്കാം. ആ ആദിമ ആ മാതാവായ ഹൗവയെ പോലെ അനുസരണക്കേട് കാണിക്കുകയല്ല, ദൈവത്തെ ദുഃഖിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ദൈവമാതാവിനെ പോലെ വിശുദ്ധിയോടും താഴ്മയോടും സമർപ്പണത്തോടും കൂടി ദൈവമാകുന്ന ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. ഈ ശൂനോയ നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ പരിശുദ്ധ മാതാവിനെ പോലെ വിശുദ്ധിയോടും വെടിപ്പോടും സമർപ്പണത്തോടും കൂടെ നിന്നുകൊണ്ട് ദൈവഹിതത്തിന് അനുസരിച്ച്, ദൈവത്തെ അനുസരിച്ച് ജീവിച്ച് ആ ഒരു ഔന്നത്യ തലത്തിലേക്ക്, ആത്മീയ ഔന്നത്യത്തിലേക്ക് വരുവാൻ തക്കവണ്ണം കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.